السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه وسلم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. ഇൻഷാല്ലാഹ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിലെ 17-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. ഈ ആയത്തുകളിലൊക്കെ വീണ്ടും ഗുഹാനിവാസികളായ യുവാക്കളുടെ കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അവർ ഗുഹേൻ്റെ ഉള്ളിൽ ചെന്നെത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് ഇവിടെ അള്ളാഹു പറയുന്നത്. വതറ ശംസ്, നിങ്ങൾക്ക് സൂര്യനെ കാണാം. ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം, അത് ഉദിക്കുമ്പോൾ ആ ഗുഹയിൽ നിന്ന് വിട്ട് ചെരിഞ്ഞ് ചായുന്നതാണ്. വലത്തോട്ടേക്ക് ചായുന്നതാണ്. ഇദാ ഗറബത്, എന്നത് അസ്തമിക്കുന്ന അവസ്ഥ ഉള്ള സമയത്ത് തഖറിദുഹും ദാത്ത ഷിമാൽ, ഇടത് ഭാഗത്തോട്ടേക്ക് മുറിച്ച് കടക്കുകയും ചെയ്യും. വഹും ഫീ ഫജുവതിൻ മിൻഹ്, അവരാകുന്നു ഒരു വിശാലമായ ഒരു സ്ഥലത്ത്. ദാലിക മിൻ ആയാത്തില്ലാഹ്, അതാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം. മൻ യഹ്ദില്ലാഹ്, ആ അള്ളാഹു ആരെ നേർവഴിയിലേക്ക് നേർമാർഗത്തിലാക്കുന്നുവോ ഫഹുവൽ മുഹ്തദി, അവനാകുന്നു നേർമാർഗം പ്രാപിച്ചവൻ. വമൻ യുദ്ലിൽ, അള്ളാഹുവിനെ ആരെയാണ് വഴിപിഴിപ്പിക്കുന്നത്? ഫലൻ തജിദ ലഹു വലിയ, ഒരു സഹായിയും ഒരു ബന്ധുവേയും ഒരാളെയും അവനിക്ക് കാണില്ല. മുർഷിദ എന്ന് പറഞ്ഞാൽ നൽകുന്ന, അള്ളാഹു നൽകൂല. നേർമാർഗത്തിലേക്ക് ഒരാളെയും കാണൂല. അള്ളാഹു എങ്ങാനും അവരെ വഴി പിഴപ്പിച്ച് കഴിഞ്ഞാൽ, നേർവഴിയിൽ നിന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എപ്പോഴും എന്തായിരിക്കും? ഒറ്റപ്പെട്ടിട്ടായിരിക്കും. അവർക്ക് ഒരാളും സഹായമായിട്ട്, ഒരു ബന്ധുവോ ആരോ ഒരാളും സഹായമായിട്ടുണ്ടാവില്ല. ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഗുഹൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം അള്ളാഹു പ്രാർത്ഥന മൂലമാണ് ആ യുവാക്കൾ അള്ളാഹു ഗുഹയിലേക്ക് എത്തിച്ചത്. ആ ഗുഹൻ്റെ അവിടെ ഉണ്ടായിട്ടുള്ള അവസ്ഥകളാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. വായുവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു എന്താ പറയണ്ടേ, ശരീരത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ അത്രയും നല്ലൊരു വിശാലമായ ഒരു സ്ഥലവും, അതുകൂടാണ്ട് സൂര്യൻ വെളിച്ചം വരുന്നെങ്കിലും കൂടി ആ ഓരോ സമയത്തും അസ്തമിക്കുന്ന സമയത്താകട്ടെ ഉദിക്കുന്ന സമയത്താകട്ടെ എല്ലാം ഒരു നേർക്ക് നേരെ സ്കിന്നിലേക്ക് ഇവർ കിടന്ന് ഉറങ്ങിയ ഒരവസ്ഥയിലാണല്ലോ ഉള്ളത്. ആ ഉറങ്ങിയ അവസ്ഥയിൽ ഇവരെ ശരീരത്തിൽ വന്നത് ഇവരെ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഇതല്ല, സൂര്യപ്രകാശമല്ല ആ ഗുഹൻ്റെ ഉള്ളിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ സൂര്യപ്രകാശം ഇവർക്ക് വേണ്ടുന്ന രീതിയിൽ, ഇവർക്ക് വേണ്ട ആ ഒരു എത്രയാണെന്ന് ആവശ്യമുള്ള അതാണ് കണക്കായ വെളിച്ചം എത്തുന്നുമുണ്ട്. എന്നാൽ ഇത്
സ്കിന്നിനോ അവർക്ക് ബുദ്ധിമുട്ടോ ഒന്നും എത്തിക്കാത്ത രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് അള്ളാഹു ആ ഗുഹൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. ഗുഹൻ്റെ ഇതാണ് അള്ളാഹു പറയുന്നത് കുറച്ച് വിശാലമായ ഗുഹയാണ്. അപ്പോൾ നല്ല രീതിയിൽ വായും ഒക്കെ സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഗുഹയുണ്ടായി. അപ്പോൾ അള്ളാഹു പിന്നീട് അത് പറയുന്നത് ദാലിക മിൻ ആയാത്തില്ല, ഇതെന്താകുന്നു, ദൃഷ്ടാന്തമാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള എല്ലാം. അള്ളാഹു ഒരു കാര്യങ്ങളും ചെയ്യുന്നതും അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമായിട്ട്. കാരണം ഈ യുവാക്കളുടെ പ്രാർത്ഥന ഫലമായിട്ട് അള്ളാഹു അവർക്ക് സൗകര്യപ്പെട്ട രീതിയിലുള്ള ഒരു ഗുഹ അവർക്ക് അള്ളാഹു തന്നെയാണ് അതിനുള്ള ഇത് നൽകി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ആ 300 കൊല്ലം കിടക്കുമ്പോഴും അവർക്കൊരു പ്രയാസവും വരാത്ത രീതിയിൽ ഉള്ള ആ ഒരു സ്ഥലമാണ് അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ റബ്ബ് പറയുന്നത് ഫമയ്യഹ്ദില്ല, ആര് അള്ളാഹു നേർവഴിക്കാക്കുന്നു. കാരണം ഇവർ പിന്നെ അള്ളാഹുവിനെ മുറുക്കി പിടിച്ചത് കൊണ്ടാണ് റബ്ബ് എന്താക്കി അള്ളാഹുവിൻ്റെ സഹായം എല്ലാ രീതിയിലും അള്ളാഹു ഇറക്കി കൊടുത്തത്. അപ്പോൾ അള്ളാഹു എങ്ങാനും കൂടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കയ്യിൽ ഉണ്ടാകുമ്പോൾ പിന്നെ ആരും ആവശ്യമില്ല. അവനൊക്കെ അള്ളാഹു എല്ലാ രീതിയിലുള്ള മാർഗദർശനവും എല്ലാ വഴിയും എല്ലാ സഹായവും എല്ലാ രീതിയിലും അത് പിന്നെ അള്ളാഹു നൽകുന്നതായിരിക്കും. എങ്ങാനും ഏതൊരു വ്യക്തി അള്ളാഹുവിൽ നിന്ന് ധിക്കരിച്ച് പിന്തിരിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എങ്ങാനും ആ വ്യക്തിനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ആ വ്യക്തിനെ സഹായിക്കാനോ ആ വ്യക്തിക്ക് ഒരു വഴിയോ ഒരു നേർമാർഗമോ ഒന്നും കൊണ്ട് കൊടുക്കാനോ കഴിയൂല. അള്ളാഹു എങ്ങാനും തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാനും അള്ളാഹു ഈ പിന്നെ നേർവഴിയിൽ നിന്ന് ദലാലത്തിലേക്ക് നിന്ന് ഈ പറഞ്ഞ വഴിപിഴവിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി മാറും? പിന്നെ ഒരു വ്യക്തിക്കും ഒരാൾക്കും ആ വ്യക്തിനെ സഹായിക്കാൻ കഴിയില്ല. ഒരാൾക്കും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഭയങ്കരം ഈ ഒരു ചെറിയൊരു പോർഷന് ഭയങ്കര പേടിക്കേണ്ട ഒരു സംഭവമാണ്. അള്ളാഹു എങ്ങാനും തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെങ്ങാനും മറന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളോട് എങ്ങാനും ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും വലിയൊരു ഖേദമില്ല. ഭയങ്കര പേടിക്കേണ്ട സംഗതിയാണ്, ഭയങ്കര അങ്ങേയറ്റത്ത് പേടിക്കേണ്ട സംഭവമാണ്. കാരണം അള്ളാഹു അതിന് പകരം വേറൊരാളെ കൊണ്ടുവരുമെന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു വേറെ കൊണ്ടുവരും. നമ്മളെങ്ങാനും അള്ളാഹുവിൻ്റെ വഴിയിൽ നേർവഴിയിൽ നമ്മൾ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒന്നും പ്രയാസമില്ല. അള്ളാഹിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി റബ്ബ് നേർവഴിയിലേക്ക് ഉള്ള വേറൊരാൾക്കാരെ പകരത്തിന് കൊണ്ടുവരും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ തന്നെ നമ്മളെ നിലനിർത്താനും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തിയോടും കൂടി അടഞ്ഞ് ജീവിക്കാനും ഹിദായത്തിൽ റബ്ബ് തന്നെ പിടിച്ച് നിർത്തുന്ന രീതിയിൽ എത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗദബിക്, അള്ളാഹുവേ നിൻ്റെ കോപം കൊണ്ട് നീ നമ്മളെ കൊന്നുകളയരുത്. വലാ തുഹ്ലിക്നാ ബിഅദാബിക്, നീ നിൻ്റെ അദാബ് കൊണ്ട് ശിക്ഷ കൊണ്ട് നീ നമ്മളെ നശിപ്പിച്ച് കളഞ്ഞേക്കല്ലേ. വആഫിനാ ഖബ്ല ദാലിക്, അതിനു മുന്നേ നീ നമ്മളെ ആഫിയത്ത് റബ്ബേ എത്തിക്കണേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന നമ്മൾക്ക് അങ്ങേയറ്റത്തെ ആവശ്യമുള്ളൊരു സമയമാണിത്. പ്രത്യേകിച്ച് നമ്മളെ ചുറ്റുപാട് ഫ്ലഡും പിന്നെ ഭൂമി കുലുക്കും പല രീതിയിലുള്ള പലതും വരുന്നത് കാണുന്നത്. അത് 2 രീതിയിലാകാം. ഒന്ന് പരീക്ഷണം എന്ന രീതിയിലാകാം, പിന്നൊന്ന് ഇതേപോലെ അള്ളാഹുവിൻ്റെ കോപമായിട്ടും വരാം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നമ്മളോടെങ്ങാനും റബ്ബ് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് വന്നിട്ടുള്ള ജനതകൾക്ക് ഓൾറെഡി ഇതുപോലെ പിന്നെ ആദ്, സമൂദ്, നൂഹ് ഒരുപാട് ജനതകൾ അവർ അള്ളാഹുവിൻ്റെ കോപത്തിൽ ഇരയായിട്ടുണ്ടായിരുന്നു. കാരണം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞുകൊണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾക്ക് അങ്ങേയറ്റത്തെ ഭയം വേണ്ടുന്ന ഒരവസരമാണ് അള്ളാഹുവെ ഈ ഒരു അവസ്ഥയിൽ നിൻ്റെ കോപത്തിൽ നിൻ്റെ
നീ നശിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെ നീ ഏർപ്പെടുത്തല്ലേ അല്ലാ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളെപ്പോഴും മുഴുകി ജീവിക്കണം. അള്ളാഹു അതിനെ രക്ഷപ്പെടുത്തിട്ട് അള്ളാഹുവിൻ്റെ കോപത്തിൽ ഇരയാവാത്ത അള്ളാഹുവിൻ്റെ തൃപ്തി അടയുന്ന ഈമാനുള്ള ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ തജ്വീദ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് വതറ ശംസ, വാവ് നല്ല ചുണ്ട റൗണ്ടാക്കി പറയുക. വതറ, റ മാത്രം ഹെവിയുള്ളൂ, ബാക്കിയൊക്കെ ലൈറ്റ്. വതറ ശംസ, ഇവിടെ കാണുന്ന യാ പോലത്തെ ആകൃതിയുള്ള സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അത് അലിഫാണ്. സാധാരണ രീതിയിൽ തന്നെ പറയണ്ടേ. വതറ ശംസ, പ്രത്യേകിച്ച് അടിയിൽ ഹംസത്തിൽ വസ്ല് വന്നുകൊണ്ട് അവിടെ വതറ എന്നിട്ട് നീട്ടണ്ടില്ല, ആ നീട്ടം പോകുന്നുണ്ട്. വതറ ശംസ, പിന്നെ ഷീൻ്റെ അടുത്തേക്ക് അത് നേരെ റാന്ന് ഷീൻ്റെ അടുത്തേക്ക് പോകുന്ന പോലെയാണ്. വതറ ശംസ, ഷീന് ഇരട്ടിപ്പിച്ച് പറയാം. ഷംസ, സീനൊക്കെ കൃത്യമായി പറയാം. ഷം എന്നിട്ട് മണിക്കണ്ട. ഷംസ. വതറ ശംസ ഇദാ, ദാല് കൃത്യമായി പറയാം, ഹംസൊക്കെ കൃത്യമായി പറയാം. طلعت, ط നല്ല ഹെവിയാക്കി പറയാം. طلعت. പിന്നെ തായും അടുത്തടുത്ത് രണ്ട് താ വരുന്നുണ്ട്. ഒന്ന് സുക്കൂനിലെ താ, പിന്നെ വരുന്നത് അടുത്തത് താ ഫത്ഹ ഉള്ളത്. അപ്പോൾ രണ്ടും മേർജ് ചെയ്തിട്ട് ഇവിടെ പറയണം. ഇദാ طلعت തസാവറു, അപ്പം അങ്ങനെയാണ് ഓതേണ്ടത്. طلعت തസാവറു അങ്ങനെ പറയാൻ പാടില്ല. طلعت ഒറ്റ താ, പക്ഷേ ഡബിളിൻ്റെ രീതിയിൽ ശബ്ദമുള്ള രീതിയിൽ പറയാം. طلعت تزاوروا, റ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. عن كهفهم, ഐൻ കൃത്യമായിട്ട് തൊണ്ടിയിൽ നിന്ന് തന്നെ പറയാം. ഇവിടെ വരുന്നത് സുക്കൂനിന് നൂന് ശേഷം കാഫ് വരുന്നുണ്ട്, അപ്പോൾ അവിടെ ഇഖ്ഫ. عن ലൈറ്റ് ഇഖ്ഫ എന്ന് ഹെവി ആയി പോയത്. عن كهفهم, ഹ സുക്കൂന് കൃത്യമായി കാറ്റോടും കൂടിയിട്ട് തന്നെ പറയാം. കഹ്ഫിഹിം ദാത്ത, അവിടെ ഒന്നുമില്ല, ഇദ്ഹാറാന്ന് വെളിവാക്കി പറയാം. ദാല് കൃത്യമായി പറയാം. ദാത്ത ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ദാത്തൽ യമീനി, യാ മീം ഒക്കെ ഇവിടെ ഒക്കെ ലൈറ്റാണെന്നൊന്നും ഹെവിയാക്കാനില്ല. ദാത്തൽ യമീനി വ ഇദ, വാവ് ചുണ്ട് റൗണ്ടാക്കി പറയാം. വ ഇദ ഗറബത്, ഗൈൻ റ ഒക്കെ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ് കൃത്യമായ. ഗറബത് തഖ്രിദുഹും, നേരത്തെ വന്ന അതേ നിയമം തന്നെ വീണ്ടും ഇവിടെ വന്നിട്ടില്ല. ഗറബത് തഖ്രിദുഹും. നമുക്ക് ഈ നിയമത്തിന് ഇദ്ഗാം മുത്തമാസിലൈൻ എന്ന് പറയും. എന്നുവെച്ചാൽ രണ്ട് ഒരേ അക്ഷരങ്ങളാണ്. അപ്പോൾ ഒരു അക്ഷരത്തിൻ്റെ മുകളിൽ സുക്കൂനും മറ്റേ അക്ഷരത്തിൻ്റെ മുകളിൽ ഫത്ഹയും വന്ന്, അപ്പോൾ സുക്കൂന് ഫത്ഹയിലേക്ക് പിന്നെ ലയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഗറബത്ത് ആ രീതിയിൽ പറയുന്നത്. ഗറബത്ത് തഖ്രിദുഹും, റ ലൈറ്റ്, ദ ഹെവി, ഖാഫ് ഹെവി, തഖ്. പിന്നെ അതുകൂടാണ്ട് ഖാഫിന് പിന്നെ സുക്കൂന് വന്നുകൊണ്ട് തഖ് എന്നുള്ള രീതിയിൽ പറയണം. എന്താണ് ഖൽഖലയാണ്. തഖ്രിദുഹും, ദ നല്ലോണം പറയാം, ചുണ്ട് നന്ന റൗണ്ടാക്കി പറയാം. തഖ്രിദു, ദു എന്ന് പറയുമ്പോൾ ചുണ്ട് ഹു ഒക്കെ പറയുമ്പോൾ ചുണ്ട് റൗണ്ടാണ്. ദമ്മ പറയുമ്പോൾ തഖ്രിദുഹും ذات الشمال, ഷീൻ ഇരട്ടിപ്പിച്ച് പറയാം. ذات الشمال ഒക്കെ ലൈറ്റാണ്, ഒന്നും ഹെവിയില്ല. വഹും ഫീ ഫജ്വ, ഇവിടെ ഒന്നും മണിക്കാനില്ല. വഹും ഫീ ഇദ്ഹാറാണ്, ഇഖ്ഫ അല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് വെളിവാക്കിയിട്ട് തന്നെ പറയണം. വഹും ഫീ ഫജ്വ, ഫജ് ജീമിന് സുക്കൂൻ വന്നുകൊണ്ട് ഇവിടെ ഖൽഖലയാണ്, കൃത്യമായി ഉച്ചരിക്കുക. ഫജ്വതിൻ മിൻ, വീണ്ടും ഇവിടെ തൻവീന് ശേഷം മീം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വരുന്നത്? ഇദ്ഗാം, നല്ലോണം മണിച്ച് പറയുക. ഫജ്വതിൻ, വാവ് ഫജ്വ, കൃത്യമായി വാ ആവരുത്. വാവൊക്കെ പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിരുന്നതാണ്. ഫജ്വതിൻ മിൻ, ഇവിടെ ഇദ്ഹാർ നൂൻ സുക്കൂന് ശേഷം ഹ വരുന്ന അവിടെ മണിക്കരുത്. നിർത്തുന്ന സമയത്ത് ഹ ഉച്ചരിച്ചുകൊണ്ട് നിർത്താം. മിൻ, ഹ കൃത്യമായി കേൾക്കണം. ذَلِكَ مِنْ آيَاتِ اللَّهِ, ദാല് കൃത്യമായി പറയുക. ذَلِكَ ഒക്കെ ലൈറ്റ് അക്ഷരങ്ങൾ,
മിൻ ആയാത്തി നൂൻ സുക്കൂന് നൂൻ ശേഷം ഹംസ വരുന്ന ഇദ്ഹാർ വെളിവാക്കി പറയുക. പിന്നെ ഹംസയ്ക്ക് ശേഷം അലിഫ് വരുന്നത് മദ്ബദൽ എന്നുള്ള രീതിയിൽ നീട്ടി പറയുക. ആയാത്തില്ലാഹ് അള്ളാഹ് നല്ല പിന്നെ നമ്മൾ ഹെവി ആക്കിയിട്ടല്ല ഇവിടെ പറഞ്ഞ് കാണാം. താൻ്റെ മുകളിൽ കെസ്ര വന്നുകൊണ്ടാണ് നമ്മൾ ആയാത്തില്ലാഹ് നമ്മൾ ബിസ്മില്ല എന്ന് പറയുന്നത്. അതേ നിയമം ഇവിടെ വരുന്നു. പിന്നെ അടുത്തത് മയ്യഹ്ദി സുക്കൂന് നൂൻ ശേഷം യാ വരുന്നു. അവിടെ ഇദ്ഗാം. ഇപ്പം മൻ യഹ്ദി എന്ന് പറയരുത്, മീമിന് നേരെ യാലേക്ക് പോകുന്ന പോലെ. മയ്യഹ്ദി നല്ലോണം മണിച്ചോദ. മയ്യഹ്ദില്ലാഹു ഹാക്കൊക്കെ സുക്കൂന് നല്ല കാറ്റോടും കൂടി പോകണം. മയ്യഹ്ദില്ലാഹു വീണ്ടും അള്ളാഹ് നല്ലോടെ പറയേണ്ടത് ഇല്ല എന്ന് പറയണ്ടത് ലൈറ്റാക്കിയിട്ട്. ദാലിൻ്റെ മുകളിൽ എന്ത് വന്നിട്ടുണ്ട്, കസ്ര വന്നുകൊണ്ടാന്ന് നമ്മൾ ആ രീതി പറയുന്നത്. മയ്യഹ്ദില്ലാഹു ഫഹുവ ഫഹുവ ഒക്കെ ലൈറ്റാണ്, ഒന്നും ഹെവിയില്ല. ഫഹുവൽ മുഹ്തദ് നമ്മൾ നിർത്തുമ്പോൾ മുഹ്തദ്, അപ്പോൾ ദാലിന് എന്തായി കൽക്കല വന്നു. നിർത്തുന്നില്ല എങ്കിൽ കൽക്കല ഡ്രോപ്പ് ആവും. ഫഹുവൽ മുഹ്തദി വമൻ ആ രീതിയിൽ. ഓക്കെ, ഹാന് സുക്കൂന് കൃത്യമായി മുഹ് ആ സൗണ്ട് വരണം കേട്ടോ. കൃത്യമായി തൊണ്ടിയിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്, വായിൽ നിന്നല്ല ഹ എടുക്കേണ്ടത്. പിന്നെ അടുത്തത് വമയുദ്ലിൽ ഇവിടെ വീണ്ടും ഇദ്ഗാം വന്നിട്ടുണ്ട്. സുക്കൂനിന് നൂന് ശേഷം യ നല്ലോണം മണിച്ചോദ. മീമിന് നേരെ യാലേക്ക് പോകുന്നതല്ല. യുദ്ലിൽ ദാദ് എന്താണ് ഹെവി. പിന്നെ അതുകൂടാണ്ട് ദാദിന് സുക്കൂന് വരുമ്പം യുദ് ആ നല്ല സൗണ്ട് വരണം. എന്താ പറയുക ഇസ്തിത്താൽ, അങ്ങനെ നമ്മളെ വായിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന രീതിയിൽ. യുദ്ലിൽ ഫലൻ തജിദ് ഇവിടെ സുക്കൂന് നൂൻ ശേഷം താ വന്ന് ഇഖ്ഫ മണിച്ചോദ. ഫലൻ തജിദ ലഹു തജിദ ഒക്കെ ലൈറ്റാണ്, ഒന്നും ഹെവിയില്ല. പിന്നെ ലഹു വലിയൻ ഇവിടെ ചെറിയൊരു കുഞ്ഞു വാവ് കാണാം. അവിടെ എന്താന്ന് മത്സല സുഗ്റ ഹ 2 ഹറക്ക നീട്ടണം. ലഹു എന്നിട്ട് നീട്ടണ്ട, ജസ്റ്റ് 2 ഹറക്ക. ലഹു വലിയൻ മുർഷിദ. വലിയൻ യ ഡബിളാക്കി പറയാം, നമ്മൾ കൂടാണ്ട് നന്നായി പറയാം. വലിയ കൃത്യമായ ഒരു ഒഴുക്ക് പോലെ ആവണം, നമ്മൾ അമർത്തി യാന പറയരുത്. വലിയം ഉണ്ടാ കേൾക്കുന്നില്ല ആ സൗണ്ട്. വലിയം മുർ മുർ മീമ് ഇവിടെ തൻവീനിന് ശേഷം മീം വരുമ്പോൾ എന്താന്ന് കൃത്യമായിട്ട് മണ്ണിച്ചോദ. വലിയം പിന്നെ ചുണ്ട് നല്ലോണം റൗണ്ട് ആവണം. മു വലിയം മുർഷിദ റ ഹെവി ബാക്കിയൊക്കെ ലൈറ്റ്. മുർഷിദ മുർ എന്നിട്ട് എന്താ വരുത് തക്രീർ പറയരുത്. റാനി എന്നുള്ള സൗണ്ട് വന്നു പോകും, അത് നമ്മൾ പിടിച്ചു വെക്കണം. മുർഷിദ 2 ഹറക്ക നീട്ടി മദ്ദ തൻവീനാണ് ശരിക്കും അവിടെ നമ്മൾ യോജിപ്പിച്ച് ഓതുന്നുണ്ടെങ്കിൽ മുർഷിദം വ തഹ്സബും അങ്ങനെ ഓതാം. പക്ഷെ നിർത്തുന്ന സമയത്ത് അത് മാറി അലിഫിലേക്ക് നമ്മൾ നീട്ടിയിട്ട് ആ അലിഫിൻ്റെ സുക്കൂനിട്ടിട്ട് നമ്മൾ നിർത്തുന്ന പോലെ മുർഷിദ. അതുകൊണ്ടാണ് മദ്ദ എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ 2 ഹറക്കയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.